കൊച്ചിയിൽ ഡാൻസ് ഓഫ് പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയ നടൻ ഷൈൻ ടോം ചാക്കോയെ തപ്പി പോലീസ്. ഷൈൻ ടോം ചാക്കോ എങ്ങോട്ട് പോയി എന്ന് ഇതുവരെയും പോലീസിന് ഒരു വ്യക്തത വന്നിട്ടില്ല എന്നാണ് അറിയുന്നത്. വിഷ്ണു സുരേഷാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. കുറേ സമയമായിരിക്കുന്നു, ഇത്രയും നേരമായിട്ടും ഈ ഇറങ്ങി ഓടുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു. അതിനുശേഷം ഇപ്പോൾ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണോ പറയുന്നത്? വിഷ്ണു, വിവരങ്ങൾ. സ്മിത, ഷൈൻ്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇന്നലെ രാത്രി അവിടെ നിന്ന് ഇറങ്ങി ഓടിയതിനു ശേഷം ഷൈൻ എവിടെ എന്നതിനെ കുറിച്ച് ഒരു വിവരവും ആർക്കും ലഭ്യമായിട്ടില്ല. ഷൈൻ്റെ കുടുംബാംഗങ്ങളും സമാനമായ രീതിയിൽ പരിശോധനയൊക്കെ നടത്തുന്നുണ്ട്. പോലീസ് ഷൈനെ അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഷൈനെ കസ്റ്റഡിയിലെടുത്ത് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് ഈ ഘട്ടത്തിൽ പോകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഷൈൻ്റെ പക്കൽ നിന്ന് അല്ലെങ്കിൽ ആ മുറിയിൽ നിന്ന് രാസലഹരിയുടെ സാന്നിധ്യമൊന്നും കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. പക്ഷേ പോലീസിന് മുൻപിലുള്ള ഒരു സംശയവും ദുരൂഹതയും ഇയാൾ എന്തിനവിടെ നിന്ന് ഓടി എന്നുള്ളതാണ്. ഒരു പോലീസ് പരിശോധന എത്തുമ്പോൾ സാധാരണഗതിയിൽ ആ റൂമിലുണ്ടാകുന്ന ആളുകളുടെ ഫോൺ വാങ്ങി വെച്ചാണ് പരിശോധന നടത്തുന്നത്. പക്ഷേ ഇവിടെ ആ പരിശോധനയ്ക്ക് എത്തുന്ന ഘട്ടത്തിൽ ഷൈൻ ആരാണ് വന്നതെന്ന് പോലും അറിയാതെ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. എന്താണ് കാര്യമെന്ന് പോലും ചോദിക്കാതെ ഓടിപ്പോകുന്നു. അപ്പോൾ അയാൾക്ക് എന്തൊക്കെയോ മറക്കാനുണ്ട് എന്നാണ് പോലീസിൻ്റെ ഒരു അനുമാനം. ആ ഒരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഷൈന് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ഷൈനോട് കാര്യങ്ങൾ ചോദിച്ചറിയുക എന്നുള്ളതായിരിക്കും പോലീസ് ലക്ഷ്യം വെക്കുന്നത്. പോലീസും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ റൂമിലുണ്ടായിരുന്ന ആളുകളെയൊക്കെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്ത് എന്തിനാണ് അവിടെ വന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. എക്സൈസ് ഈ വിൻസി അലോഷ്യസ് നടത്തിയ വെളിപ്പെടുത്തൽ നിലപാടിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും പ്രാഥമിക ഒരു അന്വേഷണം നടത്താനാണ് എക്സൈസ് ഉദ്ദേശിക്കുന്നത്. വിൻസിയെ നേരിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാമാണ് വിൻസിയ പരാതിയിൽ പറഞ്ഞിട്ടുള്ള അക്കാര്യങ്ങളിലൊക്കെ ചോദിച്ചറിയും. പക്ഷേ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം എക്സൈസിനും പോലീസിനും കേസെടുക്കാനാവില്ല. പ്രത്യേകിച്ച് ഇത് NDPSമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ആരോപണമാണ്. അതുകൊണ്ട് പരമാവധി തെളിവുകൾ വേണം. ഒന്നില്ലെങ്കിൽ ഇത് ഉപയോഗിച്ചതിൻ്റെ തെളിവ് വേണം, അല്ലെങ്കിൽ കൈവശം വെച്ചതിൻ്റെ തെളിവ് വേണം. ഒരു ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇത് പറ്റില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഡിജിറ്റൽ തെളിവുകൾ വിൻസിയുടെ ഉണ്ടെങ്കിൽ അത് ഒരു വളരെ സ്ട്രോങ് എവിഡൻ്റ് ആയിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചാണ് എക്സൈസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. ഷൈൻ എന്തായാലും പോലീസിൻ്റെ എക്സൈസിൻ്റെയൊക്കെ ചോദ്യങ്ങൾ നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അത് എപ്പോഴായിരിക്കും എന്നാണ് ഇനി അറിയാനുള്ളത്. ഷൈൻ്റെ പ്രതികരണം അടക്കം വരാനുണ്ട്. എന്തുകൊണ്ട് ഓടി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ ചില ആളുകളെയൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ പറഞ്ഞത് ഈ തൻ്റെ റൂമിലേക്ക് ഒരാൾ നടന്നു വരുന്നത് പറഞ്ഞു, റിസപ്ഷനിൽ നിന്ന് വിളിച്ച് പറഞ്ഞു. റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ അത് ആരാണെന്ന് പറഞ്ഞില്ല. വളരെ ധാർഷ്ട്യത്തോടുകൂടി റൂമിനകത്തേക്ക് വരികയായിരുന്നു. അവിടെ നിന്ന് താൻ മറ്റാരോ ആണ് തന്നെ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞ് ഓടി എന്നൊരു വിശദീകരണമൊക്കെയാണ് അദ്ദേഹം സുഹൃത്തുക്കളോട് പങ്കുവച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതൊന്നും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. എന്തിനോടി എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടണമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് ഷൈനെ ചോദ്യം ചെയ്യേണ്ടി വരും. സ്മിത. അതെ, വിഷ്ണു സുരേഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ എന്തിനോടി, അതുപോലെ എന്തെങ്കിലും മറയ്ക്കാനുണ്ടായിരുന്നോ, ഈ രണ്ട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ ഇങ്ങനെയാണ് വിശദീകരണം എങ്കിൽ പോലും എന്തിന് ഓടണം? ഒരു വേറെ ജീവന് ഭീഷണിയായിട്ടുള്ള ഒരു കാര്യമോ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ എന്തിന് ഓടണം എന്നുള്ള ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇത്രയും സമയമായിട്ടും ഇദ്ദേഹത്തെ കണ്ടെത്തിയിട്ടില്ല. എവിടെയാണുള്ളത്? അധിക ദൂരേക്ക് പോകാനുള്ളൊരു സാധ്യതയില്ല. അത്രയ്ക്ക് സമയമൊന്നും ആയിട്ടില്ല. എന്നിട്ടും പോലീസിന് അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ആര് കണ്ടാലും തിരിച്ചറിയുന്ന വിഷ്ണുവിനോട് നമുക്കിനി ചോദിക്കാനുള്ള. വിഷ്ണു ഈ ഒരു സെലിബ്രിറ്റിയാണ്, ആര് കണ്ടാലും തിരിച്ചറിയുന്ന ആളാണ്. അപ്പോൾ ഇത്രയും സമയം എടുക്കുന്നത് എന്താണ്? ഇത്രയും ആൾക്കാരുടെ കണ്ണു വെട്ടിച്ച് എവിടെയായിരിക്കും ഷൈൻ പോയിരിക്കുന്നത്? ക്രിസ്റ്റിന, പോലീസ് അങ്ങനെ ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് പോയിട്ടില്ല. അതായത് ഷൈനെ കണ്ടെത്താൻ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് ഈ ഘട്ടത്തിൽ പോയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ കേസ് ഇതുമായി ബന്ധപ്പെട്ടൊരു കേസ് എടുത്തിട്ടില്ല. അങ്ങനെ ഒരു കേസിലെ പ്രതിയൊന്നുമല്ല ഷൈൻ. ഒരു പരിശോധനയ്ക്കിടെ ഷൈൻ ഓടിപ്പോയി. അവിടെ ലഹരിയുടെ സാന്നിധ്യമുണ്ട് എന്നൊരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ഓഫ് പരിശോധന നടത്തുകയും ആ പരിശോധനയോട് സഹകരിക്കാതെ അയാൾ ഓടിപ്പോവുകയും ചെയ്തു. അപ്പോൾ അയാളുടെ പക്കൽ നിന്ന് രാസലഹരിയോ ആ റൂമിൽ നിന്ന് അതിൻ്റെ വസ്തുക്കളോ അംശങ്ങളോ ഒന്നും കണ്ടെത്താനായില്ല. അയാളുടെ സുഹൃത്തുക്കളിൽ നിന്ന് കണ്ടെത്താനായില്ല. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തുക എന്നുള്ളത് മാത്രമാണ് ഈ ഘട്ടത്തിൽ ചെയ്യാനാകുക. അയാളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങളൊക്കെ ലഭിച്ചാൽ മാത്രമേ കേസടക്കമുള്ള നടപടിയിലേക്ക് പോവുകയുള്ളൂ. അതുകൊണ്ട് ഷൈനോട് രേഖാമൂലം, അതായത് നോട്ടീസ് നൽകി ഷൈനോട് പോലീസിനോട് മുമ്പിൽ ഹാജരാകാൻ ആവശ്യപ്പെടും. അല്ലാതെ അങ്ങനെ നേരിട്ട് പോയി കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് വരാനുള്ള സാധ്യതയില്ല. കാരണം ഒരു പരാതി ഇതുവരെ ഷൈനെതിരെ വന്നിട്ടില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അയാൾ ലഹരി ഉപയോഗിച്ചതിൻ്റെ പോലീസിൻ്റെ പക്കൽ തെളിവുകളൊന്നുമില്ല. ഇത്തരത്തിൽ ഈ സാഹചര്യ തെളിവുകളൊക്കെ മാത്രമാണുള്ളത്. അപ്പോൾ അതിലങ്ങനെ ഒരു പെട്ടെന്നൊരു അറസ്റ്റോ അല്ലെങ്കിൽ നടപടിയിലേക്ക് പോകാൻ പോലീസിന് പരിമിതിയുണ്ട്. പോലീസിന് ആകെ ചെയ്യാൻ പറ്റുന്നത് ഇയാളെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുക, വിവരങ്ങൾ തേടുക, അതിലെന്തെങ്കിലും അസ്വാഭാവികത തോന്നിയാൽ തുടർ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് പോലീസ് സ്വീകരിക്കും. അങ്ങനെ വിശദമായി ഇയാളെ കണ്ടെത്താനുള്ളൊരു ശ്രമത്തിലേക്കൊന്നും പോലീസ് ഈ ഘട്ടത്തിൽ പോകുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്രിസ്റ്റീന.
ഒപ്പം തന്നെ ഈ സുഹൃത്തുക്കളോട് ഷൈൻ ടോം പറഞ്ഞു എന്ന് പറയപ്പെടുന്നത് ആരോ ആക്രമിക്കാൻ വരുന്നത് പോലെ തോന്നി, അതുകൊണ്ട് ഇറങ്ങി ഓടി എന്നുള്ള രീതിയിൽ ഒരു വിശദീകരണം വരുന്നുണ്ടെന്നല്ലേ വിഷ്ണു നേരത്തെ സൂചിപ്പിച്ചത്? അങ്ങനെയാണെങ്കിൽ CCTV-യിൽ അങ്ങനെ ആക്രമിക്കാൻ വരുന്ന ആളെ കാണേണ്ടതല്ലേ? അതായത് ഇന്നലെ രാത്രി 10:50 കൂടിയാണ് ഡാൻസ് ഓഫ് സംഘം ആ ഹോട്ടലിലേക്ക് എത്തുന്നത്. നേരെ റിസപ്ഷനിൽ വന്ന് ചോദിച്ചു, ഷൈൻ ടോം ചാക്കോ ഇവിടെ റൂം എടുത്തിട്ടുണ്ടോ എന്ന്. റിസപ്ഷനിൽ നിന്ന് അതേ എന്ന് പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ആരാണെന്ന് റിസപ്ഷനിൽ നിന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി നൽകാതെ ഡാൻസ് ഓഫ് സംഘം നേരെ മുകളിലത്തെ നിലയിലേക്ക് പോവുകയായിരുന്നു. അതിനിടയിൽ റിസപ്ഷനിൽ നിന്ന് ഷൈൻ ടോം ചാക്കോയുടെ മൊബൈൽ അവിടുത്തെ റൂമിലേക്ക് ഒരു ഫോൺ കോൾ പോകുന്നു. താങ്കളെ അന്വേഷിച്ച ഒരാൾ വന്നിരുന്നു, ആരാണെന്ന് ചോദിച്ചതിന് ശേഷം മറുപടിയൊന്നും ലഭിച്ചില്ല, അയാൾ മുകളിലേക്ക് വരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഷൈൻ അവിടെ ഉണ്ടായിരുന്നു, ആ പോലീസ് ടീമിൽ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു ഷൈൻ അവിടെ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ആ കീ ഹോളിലൂടെ ഈ നമ്മൾ വരുന്നത് കണ്ട് ഇയാൾ അവിടെ നിന്ന് പോയി എന്നാണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട്, അതായത് പോലീസുകാർ ആണെന്ന് ഷൈൻ അറിയില്ല, അവർ മഫ്തിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയെങ്കിൽ അതാണ് ഷൈൻ ഒരു വിശദീകരണമായി, ഷൈൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന വിശദീകരണമാണ്, എത്രത്തോളം വിശ്വസനീയമാണ് എന്നൊക്കെ ഈ ഘട്ടത്തിൽ നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ വ്യക്തതയൊക്കെ ഇനി വരേണ്ടിയിരിക്കുന്നു. ഷൈൻ എന്തോ മറക്കാനുണ്ട് എന്നുള്ളതാണ് പോലീസിൻ്റെ ടേക്ക്. അതുകൊണ്ട് അതിലൊരു വ്യക്തത വരുത്തണം. ഇത്തരത്തിലൊരു പരിശോധനയോട് സഹകരിക്കാത്തതിൻ്റെ കാര്യം മനസ്സിലാണ്. ഇപ്പോൾ ഇത്രയും മണിക്കൂറായി പോലും ഷൈന് വേണമെങ്കിൽ, അങ്ങനെ ഇപ്പോൾ ആക്രമിക്കാൻ വന്നതാണെങ്കിൽ അത്തരത്തിലുള്ള വിശദീകരണം പോലീസിന് നൽകാൻ ഇത്രയും മണിക്കൂറുകൾ സമയമുണ്ടായി. പക്ഷേ അങ്ങനെ ഒരു ശ്രമം അയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഷൈനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് പോയിരിക്കുന്നത്. ക്രിസ്റ്റീന. വിഷ്ണു, അതുപോലെ തന്നെ ഈ ഷൈൻ പറയുന്ന ഈ കാര്യം അത് ഒരു പരിധിവരെ നമ്മളുടെ ഈ സാഹചര്യവുമായിട്ട് കണക്കാക്കുമ്പോൾ ഒരു പരിധിവരെ മാച്ച് ചെയ്യും. പക്ഷേ എന്നിരുന്നാൽ പോലും ഹോട്ടലിലെ മുറിയാണ്, പൂട്ടിയ മുറിയാണ്, സ്വയം പൂട്ടിയ മുറിയാണ്, അതിൽ കിട്ടുന്ന പ്രാഥമികമായ സുരക്ഷിതത്വമുണ്ട്. പക്ഷേ അത് ഉണ്ടായിട്ട് പോലും റിസപ്ഷനിലെ ആൾക്കാരെ തന്നെ തിരിച്ചു വിളിച്ച് വേണമെങ്കിൽ സുരക്ഷ ആവശ്യപ്പെടാം. അതിലൊന്നും നിൽക്കാതെ ഷൈൻ ഓടുമ്പോൾ വിഷ്ണു പറഞ്ഞതുപോലെ ഷൈൻ എന്തോ മറയ്ക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കാം ആ മറയ്ക്കാനുള്ളതെന്ന് പോലീസിനൊരു പ്രാഥമിക നിഗമനം എങ്കിലും ഉണ്ടോ? ക്രിസ്റ്റിനെ, കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി എന്നാണ് ഡാൻസ് ഓഫിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതായത് കഴിഞ്ഞ 5 ദിവസമായി ഷൈൻ ടോം ചാക്കോ കൊച്ചിയിലെ ഈ യൂണിറ്റ് 4 ഡാൻസ് ഓഫ് യൂണിറ്റ് 4 നിരീക്ഷണത്തിലായിരുന്നു. 5 ദിവസമായി ഷൈൻ ഈ ടൗണിൽ തന്നെ ഉണ്ടായിരുന്നു. ഷൈൻ എവിടെയെല്ലാം പോകുന്നു, ആരെയെല്ലാം കാണുന്നു എന്നൊക്കെ വളരെ കൃത്യമായി നിരീക്ഷിച്ചിരുന്നു. ആ നിരീക്ഷണത്തിനൊടുവിലാണ് ഈ ഡാൻസ് ഓഫ് സംഘം ആ ഹോട്ടലിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, ഈ ഹോട്ടലിലൊക്കെ പരിശോധന പോലീസ് നടത്തണമെങ്കിൽ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് വലിയ പഴി കേൾക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എത്തിയ ഘട്ടത്തിൽ അവിടെ ഷൈൻ റൂമിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവർ കയറുന്ന ഘട്ടത്തിൽ ഷൈൻ ഈ ജനൽ വഴി പുറത്തേക്ക് ഇറങ്ങി. ആ ചാട്ടം ഒരു വലിയ അതിസാഹസിക അപകടത്തിലേക്കൊക്കെ പോകാവുന്ന ചട്ടമാണ്. അതായത് 3ാമത്തെ നിലയിലാണ് ഈ മുറിയുള്ളത്. അവിടെ നിന്ന് 2ാമത്തെ നിലയിലേക്കാണ് ചാടുന്നത്. അവിടെ ഒരു ഷീറ്റ് ഉണ്ടായിരുന്നു സ്വിമ്മിംഗ് പൂളിനോട് ചേർന്ന്. ആ ഷീറ്റിലേക്ക് വീണു. ആ ഷീറ്റ് ഒടിഞ്ഞ് അയാൾ അവിടെ നിന്ന് 2ാമത്തെ നില വഴി താഴേക്ക് ഇറങ്ങി റിസപ്ഷൻ വഴി പുറത്തേക്ക് പോകുകയാണ്. അപകടകരമായ രീതിയിലാണ് അയാൾ രക്ഷപ്പെട്ട് പോയത്. അപ്പോൾ ഈ പോലീസ് പറയുന്നത് ഇത്തരത്തിൽ റിസ്ക് എടുക്കണമെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒളിക്കാനുണ്ടാകും, അതൊരു പക്ഷേ ഈ ലഹരി അയാളുടെ പക്കൽ ഉണ്ടാകും എന്നൊരു സംശയം പോലീസ് പറയുന്നു. പക്ഷേ അത് സ്ഥിരീകരിക്കാൻ പറ്റുന്ന ഒരു തെളിവും പോലീസിൻ്റെ കയ്യിൽ ലഭിച്ചിട്ടില്ല. അതായത് സാധാരണഗതിയിൽ അവിടെ നിന്ന് ഒരു സിപ്പ് കവറോ, അല്ലെങ്കിൽ നേരത്തെ ഈ ഓം പ്രകാശിനെയൊക്കെ പിടികൂടുന്ന ഘട്ടത്തിൽ അവിടെ നിന്ന് സിപ്പ് കവർ അടക്കമുള്ള കാര്യങ്ങളൊക്കെ പോലീസിനൊരു തെളിവായി ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുന്ന് ആ മുറിയിൽ നിന്ന് അത്തരത്തിൽ ഒരു അംശവും കിട്ടിയിട്ടില്ല. അതോടൊപ്പം സുഹൃത്തിൻ്റെ പക്കൽ വിശദമായ തെളിവുകൾ, പാലക്കാട് സ്വദേശിയാണ് അയാളെ വിശദമായി ചോദ്യം ചെയ്തു. അയാളുടെ പക്കൽ നിന്നൊന്നും കിട്ടിയില്ല. അയാൾ പിന്നെ രാത്രി വിട്ടയക്കുകയാണ് ചെയ്തത്. അപ്പോൾ പോലീസിന് ചില അനുമാനങ്ങളൊക്കെ ഉണ്ട്. ആ അനുമാനങ്ങൾ കുറച്ച് വ്യക്തത വരുത്താൻ വേണ്ടി ഷൈനെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് ഉള്ളത്. ഷൈനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിവാദങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പോൾ ചേർത്തലയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ഷൈൻ്റെ പേര് വന്നു. ഇന്ന് വിൻസി അലോഷ്യസ് തന്നെ നേരിട്ട് ഷൈൻ ലഹരി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് താൻ കണ്ടു എന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലൊക്കെ നടത്തിയിട്ടുണ്ട്. അതിനിടയിലാണ് ഡാൻസ് ഓഫിന് നിന്ന് നേരിട്ട് ഇത്തരം വിവരങ്ങളൊക്കെ ലഭിക്കുന്നത്. പിന്നെ മുൻപ് കൊക്കൈൻ കേസിലെ പ്രതിയാണ്, പിന്നീട് ആ കുറ്റമുക്തരാക്കിയതൊക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ ഇത്രയും പശ്ചാത്തലമൊക്കെ ഷൈനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ ഹോട്ടലിൽ എത്ര സമയത്തേക്കാണ് ഷൈൻ മുറിയെടുത്തിരുന്നത്? സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു 2 മണിക്കൂർ ആണെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ ഒരു ബാഗോ ചില സാധനങ്ങളോ ഒക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങൾ മുറിയിൽ ഉപേക്ഷിച്ചിട്ടാവുമല്ലോ ഷൈൻ ഓടിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ മുറിയിൽ ഒരു പരിശോധന ഉണ്ടായിട്ടുണ്ടോ പോലീസിന്റെ ഭാഗത്ത് നിന്ന്? വസ്തുക്കളൊന്നും അവിടെ നിന്ന് കണ്ടെത്താനായില്ല. ഒരു ബാഗ് മാത്രം കിട്ടി, പക്ഷെ അതിൽ കാര്യമായ ഒന്നുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാവിലെ 5:30-ക്കാണ്, അതായത് ഇന്നലെ രാവിലെ 5:30യോടുകൂടി ഷൈൻ അവിടെ എത്തി മുറിയെടുത്തു എന്നാണ് ഹോട്ടലിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതിനുശേഷമാണ് ഇയാളുടെ സുഹൃത്തുക്കൾ ആ മുറികളിലേക്ക് എത്തുന്നത്. ഏറെ നേരം അവിടെ തന്നെ ഉണ്ടായിരുന്നു, വൈകിട്ട് വരെ അവിടെ ഉണ്ടായിരുന്നു. ഇടയ്ക്കൊരു വട്ടം മാത്രം പുറത്തുപോയി, ബാക്കി സമയങ്ങളിലൊക്കെ റൂമിലുണ്ടായിരുന്നു എന്നാണ് അവിടെയുള്ള ആളുകളും പോലീസും ഒക്കെ പറയുന്നത്. ഇവർ ഷൈൻ പുറത്തേക്ക് പോകുന്ന ഘട്ടത്തിലും ഷൈൻ ആരെ കാണാൻ പോകുന്ന ഘട്ടത്തിലും ഒക്കെ ഡാൻസ് ഓഫ് സംഘം ഷൈനെ നിരീക്ഷിച്ചിരുന്നു. ആ നിരീക്ഷണങ്ങളുടെ ഏറ്റവും ഒടുവിൽ
പോലത്തെ ബാക്കി പത്രമായാണ് ആ റൂമിൽ കയറി പരിശോധന നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെ. ഇപ്പം നേരത്തെ കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ കയറിയത് ഡാൻസ് ഓഫ് സംഘമാണ്. അവരവിടെ നടത്തിയ അതേ ഒരു ഓപ്പറേഷൻ തന്നെയാണ് ഇവിടെ നടത്താൻ ശ്രമിച്ചത്. പക്ഷേ അതിനിടയിൽ ഇയാൾ ഓടിപ്പോയി എന്നുള്ളത് ആണ് ഒരു പ്രശ്നമായി വന്നത്. പക്ഷേ അപ്പോഴും ചില ഇപ്പോൾ സമൂഹത്തിന് മുൻപിൽ ഷൈൻ എന്തൊക്കെയോ മറക്കാനുണ്ട് എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ ഡാൻസ് ഓഫിനായിട്ടുണ്ട്. അതിൽ കൂടുതൽ വ്യക്തത ഇപ്പോൾ അയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വ്യക്തത വരും. അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ പുറത്തു വരുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു.